ഹലോ എവറി വൺ, വെൽക്കം ടു നോട്ട്ബഡി.in. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ശകുന്തളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് നോട്ട്സും അതുപോലെ ക്വസ്റ്റ്യൻ ആൻസറും റിലേറ്റഡ് ആക്ടിവിറ്റീസും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നോട്ട്ബഡി.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്ററിനെ പറ്റി പറയാം. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ശകുന്തളം എന്നുള്ളത് അഭിജ്ഞാന ശകുന്തളം എന്ന് പറഞ്ഞിട്ട് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു സംസ്കൃതം ഡ്രാമയാണ്. ഇത് എഴുതിയിട്ടുള്ളത് കാളിദാസ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പൊ ഇതൊരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറിയാണ്. കിങ് ദുഷ്യന്തയും അതുപോലെ തന്നെ ശകുന്തളയും ഇവർ തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. അത് മാത്രമല്ല അവരുടെ ആ ഒരു മീറ്റിംഗ്, അവരുടെ ലവ്, അവരുടെ സെപ്പറേഷൻ, അവരുടെ റിയൂണിയൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡ്രാമയിലുള്ളത്. അപ്പോൾ ഈ ഒരു ഡ്രാമ കംപ്ലീറ്റ് നിങ്ങൾക്ക് പഠിക്കാനില്ല, അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഭാഗത്തിലേക്ക് പോവാം. ആക്ട് 1 ദുഷ്യന്ത എന്ന് പറഞ്ഞാൽ കിങ് ആണ് കേട്ടോ. കിങ് ഡിയറിനെ ചേസ് ചെയ്യുന്നതാണ്. ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുക, അതിനെ വേട്ടയാടാൻ പോവാണ്. അപ്പോൾ കിങ് അതിനെ ഇങ്ങനെ ചേസ് ചെയ്യുന്നുണ്ട്, അതിന്റെ പിന്നാലെ പോകുന്നുണ്ട്. കിങ് പോകുന്നത് ഒരു ചാരിയോട്ട് എന്ന് പറഞ്ഞാൽ രഥമില്ലേ, കിങ് ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വാഹനം. അവര് വേട്ടക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ അതിലാണ് പോവാറുള്ളത്. അപ്പോൾ അതിൽ ഡ്രൈവ് ചെയ്യുന്ന, അത് റൺ ചെയ്യുന്ന ഒരാളും അതിലുണ്ടാവും. അപ്പൊ അവര് പറയുന്നുണ്ട് ഈ ഡിയർ ഭയങ്കര ടയേർഡാണ്, പക്ഷെ എന്നിട്ടും ഭയങ്കര സ്പീഡിൽ അത് ഓടുന്നുണ്ട് എന്ന് പറയാണ്. പിന്നെ അതുപോലെ തന്നെ അവരിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് എത്ര അടിപൊളിയായിട്ടാണ് അത് ഓടുന്നത് എന്നുള്ള, അതിനെങ്ങനെ ഭയങ്കരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് അത് തിരിയുന്നത്, അതിന്റെ നെക്ക് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ബാക്കോട്ടേക്ക് തിരിയുന്നത്, പേടിയോടുകൂടിയാണല്ലേ ചേസ് ചെയ്യാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ മരിക്കും എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കും മാൻ ഉണ്ടാവുക. അപ്പൊ ആ മാൻ അത്രയും പേടിയോടെയാണ്, പക്ഷെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു പോർഷൻ അവിടെ വർണ്ണിച്ചിട്ടുള്ളത്. കിങ് പറയാണ് ആനിമൽസിന് പേടിച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ ബോഡി എന്ത് ചെയ്യും, ഒന്ന് ചുരുങ്ങും. അത് കാണിക്കുന്നത് എന്താന്ന് വെച്ചാല് ഈ ആരോ, ഈ അമ്പ് ചെയ്യുന്ന ഈ ഒരു ആരോനെ അത്രയും പേടിയാണെന്നാണ് അത് കാണിക്കുന്നത്. ഡിയർ ഭയങ്കര സ്പീഡിലും അതുപോലെ തന്നെ മാന് ചാടുന്നതൊക്കെ ഭയങ്കര ഹൈറ്റിലും ഒക്കെയാണ് ചാടുന്നത്. അത്രയും മരണഭയം ആർക്കായാലും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പീഡിൽ പോകുന്നതുകൊണ്ട് തന്നെ കിങ്ങിന് അത്ര ഈസി ആയിട്ട് ഈ മാനിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അത്ര ചേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സമയത്ത് ആ ഒരു സാരഥി, അവരുടെ കൂടെയുള്ള ആള് പറയുന്നുണ്ട് എന്ത്, നമ്മൾ ഇതുവരെ വന്നിട്ടുള്ള റോഡ് എന്ന് പറഞ്ഞാൽ, റോഡല്ല, അവരുടെ ആ ഒരു വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് റഫാണ്, അത്ര സ്മൂത്ത് ആയിട്ടുള്ള വഴിയല്ല. അതുകൊണ്ട് തന്നെയാണ് കുതിരനെ ഒന്ന് സ്ലോ ആക്കിയിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ഫ്ലാറ്റ് ആയിട്ടുള്ള പ്രതലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ മാനിനെ പിടിക്കാൻ പറ്റും എന്ന് അറിയിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ആ ഒരു സമയത്താണ് രാജാവിനൊരു മുന്നറിയിപ്പ് കിട്ടുന്നത്. എന്താണത്? രാജാവിന്റെ അടുത്ത് പറയാണ്, ഈ മാന് ആശ്രമത്തിലുള്ളതാണ്. ദിസ് ഡിയർ ബിലോങ്സ് ടു ദ ഹെർമിറ്റേജ് ആൻഡ് മസ്റ്റ് നോട്ട് ടു ബി കിൽഡ്. അതുകൊണ്ട് തന്നെ ഇതിനെ കൊല്ലരുത് എന്ന് പറയാണ്. ഇതാരാ പറയുന്നത്? 2 ഹെർമിറ്റ്സ്, 2 സന്യാസിമാർ അവിടെ എത്തിയിട്ട് പറയാണ്, ഇത് ആശ്രമത്തിലെ മാനാണ്, അതുകൊണ്ട് തന്നെ അവരെ രക്ഷിക്കാൻ വന്ന പോലെ ആയി അല്ലെ. ആ ഒരു ആശ്രമത്തിലുള്ള ഒരു ജീവനെ ആരും എന്ത് ചെയ്യലില്ല, കൊല്ലാറില്ല. അതുകൊണ്ട് തന്നെ അവര് അവിടെയുള്ള ആനിമൽസ് ഒക്കെ വളരെ സേഫ് ആണ്. അവർക്ക് പേടി കൂടാതെ അവിടെ നടക്കാനും ഓടാനും എല്ലാത്തിനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെ കൊല്ലരുത് എന്ന് പറയാണ് 2 സന്യാസിമാര് വന്നിട്ട്. സന്യാസിമാരുടെ ആ ഒരു മുന്നറിയിപ്പ് കേട്ട് രാജാവ് ആദരവോടെ തന്നെ ആ ഒരു ചേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാണ്. അവര് മാനിനെ പിടിക്കണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ്. രാജാവ് അനുസരിക്കുക എന്ന് പറഞ്ഞാല് ഭയങ്കരമാണ് അല്ലെ. രാജാവ് എല്ലാവരോടും കൽപ്പിക്കുന്ന ആളാണ്. പക്ഷെ ഇവിടെ രാജാവ് ബഹുമാനത്തോടു കൂടി തന്നെ ആ ഒരു മാനിനെ പിടിക്കുന്നത് നിർത്തുകയാണ് ചെയ്യുന്നത്. ആ സന്യാസിമാർക്ക് അത്ഭുതമാണ്. ആ സന്യാസിമാര് രാജാവിനെ അഭിനന്ദിക്കുകയാണ്. കാരണം 2 സന്യാസിമാര് പറയുന്ന കാര്യം രാജാവ് കേട്ടല്ലോ. അതിന് അവര് പറയാണ്, നിങ്ങള് കിങ്ങുകളിൽ വെച്ചിട്ട് രാജാക്കന്മാരിൽ ഏറ്റവും നല്ല രാജാവാണ്, രാജാക്കന്മാർക്ക് ഒരു ഉദാഹരണമാണെന്നൊക്കെ പറഞ്ഞ് കിങ്ങിനെ പ്രൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ ആശ്രമത്തിലേക്ക് കിങ്ങിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അവിടെ കൻവ എന്നാണ് ആ ഒരു ആശ്രമത്തിന്റെ ആളെ പേര്, സന്യാസിയുടെ. അപ്പൊ അദ്ദേഹം അവിടെ ഇല്ല. പക്ഷെ അദ്ദേഹം എപ്പോഴും അവിടെ വരുന്ന ആൾക്കാരെ സൽക്കരിക്കുന്ന ഒരാളാണ്. എല്ലാവരും വരുന്നവരെയൊക്കെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് രാജാവ് വിസിറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്, വിസിറ്റ് ചെയ്യാൻ പറയുകയാണ്. ഓക്കെ,
കിങ്ങിന് ആ ഒരു ആശ്രമം കാണാന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം അവിടെയുള്ള കൂടെയുള്ള ആള് കാണിച്ചു കൊടുക്കുന്നുണ്ട് തത്തന്റെ വായിൽ നിന്ന് വീണിട്ടുള്ള അരിമണികള്. കാരണം അവിടെ എന്താണ് തത്തയ്ക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാനുകൾക്കൊന്നും ആളുകളെ പേടിയില്ല. പൊതുവേ മാനുകൾക്ക് ആളുകളെ ഭയങ്കര പേടിയാണ്. അത് പെട്ടെന്ന് തന്നെ ഓടിക്കളയും. അവരുടെ കൂടെ നടക്കുകയോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവിടെയുള്ള മാനുകൾക്ക് എന്താണ് ആളുകളെ പേടിയില്ല. കാരണം അവിടെയുള്ള ആളുകളൊന്നും മൃഗങ്ങളെ ഒന്നും ഉപദ്രവിക്കുന്നില്ലാന്നാണ്. അപ്പൊ അത്രയും നല്ല അടിപൊളി സ്ഥലമാണ്. അത്രയും കാമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ രാജാവിന് ആ ഒരു ഹെർമിറ്റേജ് അവരുടെ ആശ്രമം ഒന്ന് എന്താണ് സന്ദർശിക്കാന് പോവാണ്. ആ 2 സന്യാസിമാര് ആ ഒരു 2 മുനിമാര് പറയുന്നുണ്ട് എന്ത് അവിടെയുള്ള കാൻവ മഹർഷി അവിടെ ഇല്ലെങ്കിൽ പോലും അവരുടെ മകൾക്കാണ് ഇൻചാർജ് ഉള്ളത്. അവരുടെ മകള് ശകുന്തള നിങ്ങളെ നന്നായിട്ട് സ്വീകരിച്ചോളും എന്ന് പറയാണ്. അങ്ങനെ രാജാവ് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പായിട്ട് എന്താണ് അവരുടെ ആഭരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് സിമ്പിൾ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് അവരുടെ കൂടെയുള്ള സാരഥീന്റെ അടുത്ത് കൊടുക്കാണ്. രാജാവ് ഒരു സംസാരം ഇങ്ങനെ കേൾക്കാണ്. കുറച്ച് പെൺകുട്ടികള് സംസാരിക്കുന്ന ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഒരു മരത്തിന്റെ പിന്നിൽ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ശകുന്തള എന്താണ് വെള്ളം ഒഴിക്കാണ് പ്ലാന്റ്സിനൊക്കെ. അതാണ് രാജാവ് കാണുന്നത്. കണ്വ മഹർഷി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെയുള്ള പ്ലാന്റ്സിനൊക്കെ വാട്ടർ ചെയ്യാനൊക്കെ ഏൽപ്പിച്ചിട്ടുള്ളത് ആരെയായിരിക്കും? ശകുന്തള. അപ്പൊ ഈ ശകുന്തള അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള അവളുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് എന്താണ് ഇവര് മഹർഷി ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ എന്താണ് കെയർ ചെയ്യുന്നുണ്ട് ഈ പ്ലാന്റ്സിനെയൊക്കെ. നിന്നേക്കാൾ കൂടുതല് മഹർഷിക്ക് ഇഷ്ടം ചിലപ്പോ പ്ലാന്റ്സിനോടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഫ്രണ്ട്സ് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമല്ലോ. അങ്ങനെ പറയുന്നുണ്ട്. സമയം ശകുന്തള പറയുന്നുണ്ട് എനിക്കതിലൊരു കുഴപ്പമില്ല. ഞാൻ ഇതിനൊക്കെ ഒരു സിസ്റ്റേഴ്സ് ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു ജാസ്മിനെ പറയുന്നുണ്ട്. മുല്ലവള്ളിയെ ഞാൻ എൻ്റെ സിബ്ലിങ് അല്ലെങ്കിൽ സിസ്റ്റർ ആയിട്ടാണ് കണക്കാക്കുന്നതെന്ന് പറയുന്നുണ്ട്. അവര് കളിയാക്കുന്നുണ്ട്. അവൾക്ക് കുഴപ്പമില്ല. അതൊക്കെ എന്താണ് എനിക്ക് അവൾക്കും ശകുന്തളയ്ക്കും എന്താണ് അതിനെ വാട്ടർ ചെയ്യാനും അതിന് പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാനും കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയാണ് അവള്. ശകുന്തളക്ക് ആ ഒരു നേച്ചർ എന്തൊക്കെയോ പറയുന്ന പോലെ ഫീൽ ചെയ്യാണ്. അപ്പോ ശകുന്തളക്ക് ആ മാംഗോ ട്രീ എന്താണ് എന്തോ അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് അവളുടെ ഫ്രണ്ട്സ് ഒക്കെ അവളെന്താണ് കളിയാക്കാ ചെയ്യുന്നത്. അവര് പറയുന്നതെല്ലാം നീ ഇമാജിൻ ചെയ്യുന്നതാണെന്ന്. പെട്ടെന്നാണ് അവള് ശ്രദ്ധിച്ചിട്ടുള്ളത് ആ ഒരു ജാസ്മിൻ വൈന് ആ ഒരു മുല്ലവള്ളി എന്താണ് മാംഗോ ട്രീന്റെ ബ്രാഞ്ചിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കടന്നിട്ടുണ്ട്. അപ്പൊ അവള് പറയാണെന്ത് അതൊരു ഹസ്ബൻഡ് ട്രീ ആയിട്ട് അവര് മാംഗോ ട്രീനെ ജാസ്മിൻ ഒരു ഹസ്ബൻഡ് ട്രീ ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട് എന്ന് പറയാണ്. ആക്ച്വലി ഈ ഒരു സീനിലൊക്കെ എന്ന് പറഞ്ഞാല് ഈ ഒരു ശകുന്തളയുടെ ആ ഒരു കല്യാണ സമയമാണ് അല്ലെങ്കിൽ ആ ഒരു പ്രായത്തെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത് ഇന്നർ മീനിങ് വെച്ച് നോക്കുന്ന സമയത്ത്. ഓക്കെ, ഇതെല്ലാം ദുഷ്യന്ത രാജാവ് എന്ത് ചെയ്യുന്നുണ്ട് സീക്രട്ട് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ശകുന്തള ഇങ്ങനെ സ്നേഹത്തോടെ എന്താണ് ആ ജാസ്മിൻ വള്ളിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളൊക്കെ പിന്നീടും എന്താണ് കളിയാക്കിയിട്ട് പറയുന്നുണ്ട് നിനക്ക് നീ വിവാഹപ്രായമായിട്ടുണ്ട്, നീ കല്യാണം കഴിക്കാൻ പോവാണ്, അതാണ് ഇതൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഒരു തേനീച്ച ശകുന്തളനെ ആക്രമിക്കാൻ വരുന്നത്. അവള് ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. ആർക്കായാലും പേടിയല്ലേ തേനീച്ച വരുന്ന സമയത്ത്. ആ ഒരു സമയത്ത് അവള് എന്നെ രക്ഷിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് ഫ്രണ്ട്സ് പറയാണ് എന്ത് ദുഷ്യന്ത രാജാവിനെ വന്ന് വിളിക്ക്, അവര് വന്ന് രക്ഷിച്ചോളൂന്ന്. ആക്ച്വലി അവർക്ക് അറിയുന്നില്ല ഈ ദുഷ്യന്ത രാജാവ് ഇവരെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊന്നും. പക്ഷെ അവര് ഇങ്ങനെ തമാശക്ക് പറയുന്നതാണ്. ഇത്രയും ഭാഗമാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ഒരു സ്റ്റോറി, ഈ ഒരു ഡ്രാമ ഇവിടെ വെച്ചിട്ടൊന്നും അവസാനിക്കുന്നില്ല. അവരുടെ ലവ് സ്റ്റോറി കംപ്ലീറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയാണ് പഠിക്കാനുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒരു സമ്മറിയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. സോ ഇതിന്റെ ഡീറ്റെയിൽഡ് സമ്മറി വേണമെന്നുണ്ടെങ്കിൽ NoteBuddy.in നിങ്ങൾ സെർച്ച് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് സമ്മറി കിട്ടുന്നതാണ്. ആക്ടിവിറ്റീസും എല്ലാം അതിലുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, പറഞ്ഞു തരുന്നതാണ്. അതുപോലെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.